എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു റവ കിച്ചടി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും 5 ബീൻസ്, ഒരു പകുതി ക്യാരറ്റ്, 1/4 കപ്പ് പട്ടാണി, എല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പട്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായ്, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, 2 പച്ചമുളക്, പിന്നെ ഒരു പകുതി ഉള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, പെരുങ്കായപ്പൊടി, നല്ല ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കണം റവ. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വറുക്കാത്ത റവയാണെങ്കിൽ നല്ലോണം മൂപ്പിച്ചെടുക്കണേ. വറുത്ത റവയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ കുറച്ച് നെയ്യ് ചേർത്ത് വെച്ചാൽ കിച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ കടായിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൽ ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്കിനി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഉള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി നമ്മൾ ഒരു പകുതി ഉള്ളിയേ ഇതിന് ആവശ്യമുള്ളൂ. കണ്ടില്ലേ, വളരെ കുറച്ച് മതി. കാരണം മറ്റുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് പരുവായാൽ മതി കേട്ടോ. അധികം അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. അതാ ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടാൽ മതി. കാരണം ഇല്ലെങ്കിൽ ബീൻസുമായിട്ട് കൺഫ്യൂഷനാവും, അതുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. വേറെ എരിവിനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ, തക്കാളി അടക്കമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലോണം ഇളക്കി അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി, കണ്ടില്ല, നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് പെരുങ്കായം, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ള സാധാരണ പച്ചവെള്ളം തന്നെ. ഇത് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തിളക്കാനായിട്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ നോക്കാം. കണ്ടോ, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളക്കണം. ശരിക്കും ഒരു 2-3 മിനിറ്റ് നല്ലോണം തിളച്ചാൽ മാത്രമേ നമ്മൾ ഈ പച്ചക്കറികളെല്ലാം അതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതാ നല്ല ഒന്ന് ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാനതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് വെന്തോട്ടെ. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റവ അങ്ങ് ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്താൽ പേടിക്കാനൊന്നുമില്ല. കാരണം 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നങ്ങ് കട്ട പിടിച്ചൊന്നും പോവില്ല. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെയും ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ. കണ്ടില്ലേ, ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈവെക്കാണ്ട് ഇളക്കണേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവോ, അടി പിടിച്ചു പോവോ. ഇനി നമ്മളിതിൽ അവസാനം ചേർക്കുന്നത് മല്ലിയില മാത്രം. ഏകദേശം ഒരു 90% വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മല്ലിയിലയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യും. ആ ചൂടുള്ള സ്റ്റൗവിൻ്റെ മുകളിൽ കിടന്നിട്ട് മൂടി വെച്ചാൽ നല്ലോണം ബാക്കിയുള്ളതും കൂടി വെന്തോളും.
കണ്ടോ? നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കാം. എന്നാൽ മല്ലിയിലേൻ്റെ മണമെല്ലാം ഇതിൽ നല്ലോണം പിടിച്ചോളും. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കേട്ടോ? നല്ല അടിപൊളി കിച്ചടി റെഡി. ഇതിന് ഒരു തേങ്ങാ ചട്നിയാണ് ശരിക്കുള്ള കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങാ ചട്നീൻ്റെ റെസിപ്പി ഞാൻ ആദ്യം ഇട്ടതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടില്ലേ? അടിപൊളി ചട്നിയും കിച്ചടിയും റെഡി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.